ഹായ് ഓൾ, വെൽക്കം ടു പ്രിയാമ്പിൾ. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിലെ റെസ്പോൺസ് ഫേസ് ആണ്. അതായത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ 4 ഫേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം മിറ്റിഗേഷൻ, രണ്ടാമത് പ്രിവെൻഷൻ. ഇനിയാണ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, അതേ തുടർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് റെസ്പോൺസ് ഫേസിൽ വരുന്നത്. സോ ഫ്രം ദ സിലബസ് വി ഹാവ് ടു ലേൺ അബൌട്ട് ദി എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ്. എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കണം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ദെൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്താണ്, ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ICS എന്താണ്, മെഡിക്കൽ കെയർ ആൻഡ് ഷെൽട്ടർ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, അത് ആ ഒരു മൊമെൻറ്റിൽ മുതലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ വർക്കിങ്ങിലേക്ക് വരുന്നത്. ദെൻ ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, നമ്മൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം, ഒറ്റ വാക്കിൽ പറയാൻ പറ്റത്തില്ല. ദെൻ മെഡിക്കൽ കെയർ ആൻഡ് ഷെൽട്ടർ മാനേജ്മെൻറ്റ്. അതായത് ഇപ്പം റെസ്പോൺസ് ആണല്ലോ, നമ്മൾ അതിലകപ്പെട്ട ആളുകളെ രക്ഷിക്കുക മറ്റു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ, അപകടത്തിൽപ്പെടുന്നവർക്ക് വേണ്ട മെഡിക്കൽ കെയർ, അവർക്ക് വേണ്ട എന്താണ് താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടർ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ആദ്യം നമുക്ക് എന്താണ് റെസ്പോൺസ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് തുടങ്ങിയിട്ട് മറ്റോരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോവാം. സോ റെസ്പോൺസ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ആ മൊമെൻറ്റ് മുതൽ നമ്മൾ തുടർന്ന് അങ്ങോട്ട് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസ്പോൺസ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് ആ ഒരു ഡിസാസ്റ്ററിനോട്. അതുവഴി നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനുള്ളത്? ആളുകൾ, അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും, അവരെ എന്ത് ചെയ്യേണ്ടി വരും, ക്വിക്കായിട്ട് നമ്മൾ അവരെ നിന്ന് രക്ഷിക്കേണ്ടതായിട്ട് വരും. അവർക്ക് എത്രയും പെട്ടെന്ന് വേണ്ട മെഡിക്കൽ കെയർ കൊടുക്കേണ്ടി വരും. സോ അതുവഴി എന്താണ്, അവരുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റണം. ദെൻ തുടർന്ന് അങ്ങോട്ട് ഇനി നമ്മൾ ഐഡിയലായിട്ട് നിന്നാൽ ഒരുപക്ഷെ വീണ്ടും ഇതിൻ്റെ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഡാമേജ് കൂടും. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കേണ്ടി വരും. ദെൻ ആളുകൾക്ക് ഒരുപാട് നഷ്ടം ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും. സോ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഫേസിൽ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ റെസ്ക്യൂ ചെയ്യുക, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ റെസ്പോൺസ് എപ്പോഴാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ പോകുന്നു, അതായത് റിസ്ക് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വാൺ ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മുടെ പ്രിപ്പയർനെസ് ഫേസിൽ നമ്മൾ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ആ വാർണിംഗ് മൊമെൻറ്റ് മുതൽ എന്ത് ചെയ്യണം, ആ വാർണിംഗ് ഔട്ട് കൊടുത്തിടം മുതൽ നമ്മൾ റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ഓർ മെഷേഴ്സ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഏർലി വാർണിംഗ് ഓർ റിസീവിംഗ് ദ വാർണിംഗ് ഫ്രം റെലവൻറ്റ് അതോറിറ്റീസ് ഓർ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ആൻ ഇമ്പെൻഡിങ് ഡിസാസ്റ്റർ. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഡിസാസ്റ്റർ വരാൻ പോകുന്നു എന്നുള്ള ആ ഒരു നോളജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ബിഗിൻ ചെയ്യും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ വാണിങ്ങിലും മിസ്സായി, വാണിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വാണിങ് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, വാണിങ് ഉണ്ടാകും എന്നാലും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നോളജ് ഒന്നും കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു ആ ഡിസാസ്റ്റർ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ആ സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻറ്റ് മുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ പറയുന്ന റെസ്പോൺസ് മെഷേഴ്സ് ആണ് എന്ന് പറയാം. അപ്പം നമുക്ക് വളരെ നേരത്തെ അറിയാൻ കഴിയുമെങ്കിൽ വാർണിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോൺസ് തുടങ്ങുന്നത്. കാരണം നടക്കാൻ പോകുന്നു എന്ന് ഉറപ്പിക്കുമ്പോഴാണ് വാർണിങ് വരുന്നത്. ദെൻ ഇനി വാൺ ചെയ്യാനുള്ള മൊമെൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് അത്രയും പെട്ടെന്ന് ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് ഉള്ള നോളജ് കിട്ടിയിട്ടുണ്ട് ലോക്കൽ കമ്മ്യൂണിറ്റിക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ മൊമെൻറ്റ് മുതൽ നമ്മൾ തുടങ്ങുന്ന ആക്ടിവിറ്റി. ഇനി അതൊന്നും ഇല്ലായിരുന്നു, അപ്പം നമ്മളൊന്നും അറിയാതെ പെട്ടെന്നായിരുന്നു സംഭവിച്ചെന്നുണ്ടെങ്കിൽ ആ സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ മൊമെൻറ്റ് മുതലാണ് എന്ത് ചെയ്യുന്നത്, റെസ്പോൺസ് ആക്ടിവിറ്റി. അത് മുതൽ തുടങ്ങുന്ന ആക്ടിവിറ്റീസാണ് റെസ്പോൺസ് ഫേസിലേക്ക് വരുന്നത്. ദെൻ ഇപ്പം നമ്മുടെ നാഷണൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ റെസ്പോൺസ് ആക്ടിവിറ്റി അത് കോർഡിനേറ്റ് ചെയ്യുന്നത് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് താഴെ പിന്നീട് വരുന്നതാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതെന്താണെന്നും ഏതാണെന്നും ഒക്കെ ഉള്ളത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ പ്രകാരം നോക്കാം. ഇപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കുക, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ ഇവൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ദെൻ ഡിസാസ്റ്റർ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. ദെൻ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ത് ചെയ്യും, അതാത് മിനിസ്ട്രികൾക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും എന്ത് ചെയ്യും, ഡയറക്ഷൻസ് കൊടുക്കുന്നു. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് റെസ്പോൺസ് ഫേസിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ബൈ ദം ഇൻ റെസ്പോൺസ് ടു എനി സ്പെസിഫിക് ഡിസാസ്റ്റർ.
അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, മിനിസ്ട്രി ലെവൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ തട്ടിലേക്കുമുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെവലിലുള്ള ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കൊടുക്കുന്നു, അവർക്ക് എന്ത് മെഷേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. സോ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അത് നോർത്ത് വെച്ചിരിക്കുക. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈസ് കോർഡിനേറ്റിംഗ് ദ റെസ്പോൺസ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെസ്പോൺസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. നൗ various types of disasters, the nodal ministry concerned will chart out detailed response plans. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് മിനിസ്ട്രികൾ, ഓരോ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ മിനിസ്ട്രികൾ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഡീറ്റെയിൽഡ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കും ഇൻ അക്കോർഡൻസ് വിത്ത് ദ നാഷണൽ റെസ്പോൺസ് പ്ലാൻ. നാഷണൽ റെസ്പോൺസ് പ്ലാനുമായി ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് റെസ്പോൺസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോ ഗവൺമെൻറ്റോ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, they are responsible to monitor and assess any developing situations and keep National Disaster Management Authority or Executive Committee apprised of the same. Then state government എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഡിസാസ്റ്ററിൻ്റെ ആ ഒരു കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ ആർക്ക് കൊടുക്കണം, നാഷണൽ അതോറിറ്റിക്കോ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ലോക്കൽ അതോറിറ്റീസും, അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസും പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷേ ആക്ച്വലി ഇത് ഗ്രൗണ്ട് ലെവലിൽ കുറച്ചുകൂടി ഇൻവോൾവ്മെൻറ്റ് വരുന്ന ആർക്കാണ്, ഇതിന് താഴെയുള്ള ലോക്കൽ അതോറിറ്റിക്കാണ്. സോ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡി ആയിക്കൊള്ളട്ടെ, അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നത്. കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ, റിലീഫ്, അത് അവയർനെസ് പ്രോഗ്രാംസ്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ആയിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ റീസ്റ്റോറേഷൻ ഓഫ് ലൈവ്ലിഹുഡ്, ഈ കാര്യങ്ങളും എല്ലാമായിട്ട് ഇൻവോൾവ് ആവുന്നത് ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ NGOസും സിവിൽ സൊസൈറ്റിയും ഒക്കെയാണ് എന്ത് പറയുന്നത്, ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അപ്പം ഈ ഓരോ തട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മിനിസ്ട്രീസ് എന്താണ് അവരുടേതായിട്ടുള്ള റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രോപ്പറായിട്ട് നാഷണൽ അതോറിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടാവും പ്ലാനുകളൊക്കെ. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലോക്കൽ അതോറിറ്റി ആയിരിക്കും എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ട് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. നൗ എല്ലാ എമർജൻസികൾക്കും എന്ത് വേണ്ടി വരുന്നുണ്ടാവും, ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ് ആക്ടിവിറ്റി ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡറി, ഇതിൽ നിന്നും ഒക്കർ ചെയ്യുന്ന സെക്കൻഡറി ഡിസാസ്റ്റർ ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഒക്കർ ചെയ്തു, ഇനി അതിനെ തുടർന്ന് ചെയിനായിട്ട് അടുത്തതിലേക്ക് പോവാതെ നമ്മൾ എന്ത് ചെയ്യുക, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആ സെക്കൻഡറി കൈൻഡ് ഓഫ് എ ഡിസാസ്റ്ററിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഏറ്റവും ആദ്യം റെസ്പോൺസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം ആയിരിക്കും ഓഫ് എ ഡിസ്ട്രിക്ട് ബ്ലോക്ക് ഓർ അതർ ഏജൻസീസ്. അതായത് ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് അവിടെ എത്തി നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസ് ബിഗിൻ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം എന്ന് വിളിക്കുന്നത്. അത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം ഫയർ യൂണിറ്റ് ആയിരിക്കും, ഓക്കെ, ഫയർഫോഴ്സ് ആയിരിക്കും അത് വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അതോറിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിൽ പോലീസ് ആയിരിക്കും ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസും മറ്റാളുകളും ഒക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം നമ്മൾ അതോറിറ്റി എന്നൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും. സോ അവരാണ് എന്ത് ചെയ്യുന്നത്, ലോക്കൽ ലെവലിൽ അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. ദെൻ ഇതിന് മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ്, അത് എസ്കലേറ്റ് ചെയ്യുകയാണ്. ഇതിന് മുകളിലേക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ആ സിറ്റുവേഷൻ എന്ന് കാണുമ്പോൾ ഡിസ്ട്രിക്ട് അതോറിറ്റി ആരോട് ചോദിക്കും, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് ഇവർ ഹെൽപ്പ് ചോദിക്കുന്നു. ദെൻ അവിടെ നിന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നു. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുകയാണ്, കൂടുതൽ അസിസ്റ്റൻറ്റ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അടക്കം എന്ത് ചെയ്യാം വന്നിട്ട്, അതായത് ഒരു നാഷണൽ ലെവൽ ഓഫ് എ ഡിസാസ്റ്റർ എന്നുള്ളൊരു കൈൻഡിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ. അപ്പം ഏറ്റവും ആദ്യം ഇനിഷ്യൽ റെസ്പോൺസ് ടീം ഉണ്ടാകും. ദെൻ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല അടുത്ത മുകളിൽ, അങ്ങനെ അടുത്ത മുകളിൽ ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റെസ്പോൺസ് ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്ലൈഡിലും കൊടുത്തിട്ടുള്ളത്. അപ്പം ഏത് രീതിയിലാണിത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അത് അൾട്ടിമേറ്റ്ലി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലേക്കും ആംഡ് ഫോഴ്സിലേക്കും ഒക്കെ പോയി നിൽക്കും ലാസ്റ്റ് എന്ന് പറയുന്നത്. നൗ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നോഡൽ മിനിസ്ട്രീസ്, അതായത് മിനിസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസാസ്റ്റർ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, നാഷണൽ ലെവൽ കോർഡിനേഷൻ ഓഫ് റെസ്പോൺസ്, മൊബിലൈസേഷൻ ഓഫ് നെസസറി റിസോഴ്സസ്. അപ്പോൾ ഈ മിനിസ്ട്രി, അതായത് സെൻട്രൽ മിനിസ്ട്രി ഏതാണോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്.
Then central agencies with disaster specific responsibilities for early warning and early warning systems and alerts. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള വാർണിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ട സെൻട്രൽ ഏജൻസികളുണ്ടാവും, അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളുണ്ടാകും. സോ അവർ ഇതിനകത്ത് പിന്നീട് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷനും മറ്റ് കോർഡിനേഷനും ഒക്കെ ആയിട്ട് നോഡൽ മിനിസ്ട്രീസ് വരുന്നുണ്ട്. ദെൻ എന്താണ് ഈ പറയുന്ന എർലി വാർണിംഗ് സിസ്റ്റം അലേർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഏജൻസീസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇതിലേക്ക് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസാസ്റ്റർ റെസ്പോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോഴ്സാണ്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇവരും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഈ റെസ്പോൺസ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് ഇവരെല്ലാം എന്ന് പറയുന്നത്. നൗ currently a national emergency response center is functional in disaster management division of Ministry of Home Affairs. അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒന്നുമില്ല, ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് ആ കാര്യം ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ ഇല്ലേ, അതിൻ്റെ അണ്ടറിലൊരു നാഷണൽ എമർജൻസി റെസ്പോൺസ് സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിൻ്റെ ഭാഗമാണ് ഇതും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ സംഗതിയാണ് ഈ പറയുന്ന നാഷണൽ എമർജൻസി റെസ്പോൺസ് സെൻറ്റർ. ഇന്ത്യയുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നാഷണൽ എമർജൻസി റെസ്പോൺസ് സെൻറ്ററാണ്. ദെൻ ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾ റൂം ഫോർ എമർജൻസി റെസ്പോൺസ് ICRER, അതും മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ ഫോളോയിങ് കൺട്രോൾ റൂംസ്. അതെന്ന് പറയുന്നത് എന്താണ്, മറ്റ് കൺട്രോൾ റൂമുകളുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹസാർഡ് വാർണിംഗ് കൊടുക്കുന്ന ഏജൻസികൾ ഏതാണോ അവരുമായിട്ട് കൺട്രോൾഡ് ആയിരിക്കും ഏത് ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് എമർജൻസി റെസ്പോൺസ് സെൻറ്റർ, ഡിസ്ട്രിക്ട് എമർജൻസി റെസ്പോൺസ് സെൻറ്റർ, ദെൻ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ദെൻ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, CAPF, MEA. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് എന്താണ്, ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾ റൂം ഫോർ എമർജൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, റെസ്പോൺസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമാണ്. നൗ ഏർലി വാർണിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ബിഗിൻ ചെയ്യുന്നത് വാർണിങ്ങോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞിട്ടിപ്പോൾ അല്ലേ. അപ്പോൾ വാർണിങ്ങിൻ്റെ കാര്യങ്ങൾ, വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമാണ്. അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. ഇനി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, അതോട് കൂടിയിട്ട് വാർണിങ്ങോട് കൂടിയിട്ട് നമ്മളുടെ റെസ്പോൺസ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ എന്തിനാണ് ഈ പറയുന്ന ഏർലി വാർണിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഇത് ആക്ച്വലി എന്താണ്, ജനങ്ങൾക്ക് വാർണിംഗ് കൊടുക്കുകയും അതുവഴി എന്താണ് ഇമ്പാക്റ്റ് കുറയ്ക്കുകയും റിസ്ക് ആയി എന്നുള്ള കാര്യം അവർ അറിയുകയും ദെൻ എന്താണ് അവരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കുറയ്ക്കുന്നു. അതായത് ആളുകളുടെ കലാമിറ്റിയിൽ അതിനകത്തുള്ള കാഷ്വാലിറ്റീസ് കുറയ്ക്കുന്നു. ദെൻ എന്താണ് അതിനെ തുടർന്നുണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്യുന്നത്. സോ ഈ വാർണിംഗ് സിസ്റ്റത്തിൽ എന്താണുള്ളത്, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് സർവിലൻസ് മെക്കാനിസം ഓർ ആക്ഷൻസ്. അതായത് നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ചില പ്രവൃത്തികളും കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, സംഭവിക്കാൻ പോകുന്ന ഹസാർഡിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക ഇൻ എ ഗിവൺ ലൊക്കേഷൻ ഇൻ ഓർഡർ ടു ട്രിഗർ ടൈംലി കോർഡിനേറ്റഡ് റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് മോണിറ്റർ ചെയ്തിട്ട് ആ ഹസാർഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ടൈംലി ആയിട്ടും ഒരു കോർഡിനേറ്റഡ് ആയിട്ടുമുള്ള ഒരു രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഇറ്റ് ബിൽഡ് റെസിലിയൻസ് ടു ഡിസാസ്റ്റേഴ്സ് ആൻഡ് മിറ്റിഗേറ്റ് ദെയർ ഇമ്പോർട്ടൻറ്റ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസാസ്റ്ററിനെ വന്നു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിലിയൻ്റ് ആയിട്ട് അതിനെ നേരിടാനും സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇത് മിറ്റിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇപ്പം നമ്മൾ വാർണിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇവാക്യുവേഷൻ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ, ജനങ്ങളുടെ ജീവൻ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ പറ്റും. സോ ഇത് സെൻഡായി ഫ്രെയിംവർക്ക്, നമുക്ക് ഇൻ്റർനാഷണൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ്റർനാഷണലി ഉള്ള ഫ്രെയിംവർക്കുകൾ പഠിക്കാനുണ്ട്. അതിൽ സെൻഡായി ഫ്രെയിംവർക്കിനകത്ത് ചില ടാർജറ്റുകളുണ്ട്. അതിൽ 7th ഗ്ലോബൽ ടാർജറ്റ് പറയുന്നത് ഈ പറയുന്ന കാര്യമാണ്, ആക്സസ് ടു മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2030 കൂടിയിട്ട് അച്ചീവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് പറയുന്നത്. 2015 to 2030 എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്ന 7th ടാർജറ്റിൻ്റെ അണ്ടറിൽ പറയുന്ന ഒരു കാര്യമാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. ഓക്കെ, ജനങ്ങൾക്ക് വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ബൈ 2030 അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ളത്. നൗ
The government of India has designated specific agencies to monitor the onset of different natural disasters, set up adequate early warning system, and disseminate necessary warning alerts regarding any impending hazard. For all those hazards where early warning and monitoring is possible with the currently available technologies and methods. അതായത് നമ്മളിനി ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം പ്ലസ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സാഷറ്റ് എന്ന് പറയുന്നത് കവചത്തെ പറ്റിയിട്ടൊക്കെ കണ്ടായിരുന്നു. ഇനി അതല്ലാതെ തന്നെ അതൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. അതല്ലാതെ തന്നെ ഓരോ മിനിസ്ട്രീസും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ആപ്ലിക്കേഷനും ചില സിസ്റ്റംസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നിലവിൽ നമുക്ക് ടെക്നോളജി അനുവദിക്കുന്ന രീതിയിൽ നമ്മളെന്താണ് അത്യാവശ്യം ഇന്ത്യ എന്ന് പറയുന്നത് അത്യാവശ്യം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പെൻഡിങ് ആയിട്ടുള്ള ഹസാറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിനായിരിക്കും ഇതെല്ലാം കൂടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന രീതിയിൽ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ടാവും. ദെൻ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും എല്ലാം എന്താണ് ഈ പറയുന്ന രീതിയിൽ അവരുടെ കപ്പാസിറ്റിയിൽ അലേർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ടാവും. സോ അത് അവരെ കൊണ്ട് എങ്ങനെയാണോ പറ്റുന്നത് ആ ഒരു രീതിയിലായിരിക്കും നടത്തുന്നത് എന്നുള്ളതാണ്. ഫേസസ് ഓഫ് ഏർലി വാർണിംഗ് സിസ്റ്റം. ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ സാധാരണ നമുക്ക് ഒരു ട്രഡീഷണൽ അപ്രോച്ചുണ്ട്. അതായത് നമ്മൾ നിലവിൽ പിന്തുടർന്നുകൊണ്ട് വന്നിരുന്ന ഒരു അപ്രോച്ചുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ഫേസുകളാണ് അതിനകത്തുള്ളത്, ഓരോ തവണ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ എന്താണ് ഒരു പുതുതായിട്ടൊരു കാര്യം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 കാര്യങ്ങളാണ് മൊത്തം വരുന്നത്. 3 ഫേസാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഒരു 4ാമത്തെ ഒരു കാര്യം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മോണിറ്ററിങ് ഓഫ് പ്രീകേഴ്സേഴ്സ്. അതായത് ഒരു നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു ഇമ്പെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഡേറ്റ അവൈലബിൾ ആണ്. ദെൻ ഫോർകാസ്റ്റിംഗ് ഓഫ് എ പ്രോബബിൾ ഇവൻറ്റ്. ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇനി അത് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ ദ നോട്ടിഫിക്കേഷൻ ഓഫ് വാർണിംഗ്. അതായത് ഇത് സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വാണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പരിപാടി കഴിഞ്ഞല്ലേ, നമ്മളിങ്ങനെ സ്ഥിരമായി നിരീക്ഷിച്ച് വരികയായിരുന്നു. നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സാധ്യത പറയുന്നുണ്ട്, ഇപ്പോൾ വരും, ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് വാർണിംഗ് ആയി സംഭവം എന്താണ് ഇനിയിപ്പം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതോടുകൂടിയിട്ട് വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പരിപാടി കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. നമ്മളിപ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു 4th ഫേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർണിംഗ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എമർജൻസി റെസ്പോൺസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് അതും എന്താണ് ഈ വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമർജൻസി റെസ്പോൺസ് ഏജൻസീസ് അതിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാർണിംഗ് കൊണ്ട് റെസ്പോൺസ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് ഈ ഒരു 4th സ്റ്റേജ് കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വാർണിംഗ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. അപ്പോൾ അതും എന്താണ് ഈ പറയുന്ന വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടാണ് ഇപ്പം കാണുന്നത്. ഇനി കമ്പണൻസ് ഓഫ് ആൻ ഏർലി വാർണിംഗ് സിസ്റ്റം. ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ആ വാർണിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കണം, ഹസാർഡുകളെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിരിക്കണം. ദെൻ അനാലിസിസ് ഓഫ് റിസ്ക് ഇൻവോൾവ്. ഇത് ഉണ്ടാവുന്ന സ്ഥലത്ത് റിസ്കിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അനാലിസിസ് ഉണ്ടായിരിക്കണം. ദെൻ ഡെസിമിനേഷൻ ഓഫ് ടൈംലി വാർണിംഗ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. ഇത് കൃത്യമായിട്ടുള്ള സമയത്ത് നേരത്തെ വിളിച്ചു കൂവി പറഞ്ഞതുകൊണ്ട് ആൾക്കാരെല്ലാം പേടിച്ചിട്ടിട്ടേച്ച് പോവും, അതൊരു സാഹചര്യം. താമസിച്ച് പോയതുകൊണ്ട് പറയാൻ പിന്നെ ആൾക്കാരുണ്ടാവത്തില്ല. അപ്പോൾ ടൈംലി ആയിട്ടുള്ള വാർണിംഗ് എന്ത് ചെയ്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ആക്ടിവേഷൻ ഓഫ് എമർജൻസി പ്ലാൻ ടു പ്രിപ്പയർ ആൻഡ് റെസ്പോണ്ട് ചെയ്യുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ അതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അറ്റ് ദ ലീസ്റ്റ് എന്താണ് ഇത് 3 നമുക്ക് എന്താണ് ഓക്കെ ആണെന്ന് പറയാം. ചിലപ്പോൾ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പം നമ്മുടെ പുതിയ ഒരു തോട്ട് പ്രകാരം എന്താണ് ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വാർണിംഗ് കിട്ടിയതിന് ശേഷം റെസ്പോൺസ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പണൻ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നൗ നമ്മുടെ ഗവൺമെൻറ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വാർണിംഗ് എന്നുള്ള രീതിയിൽ പല സ്കീമുകളും ആപ്പുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആയിട്ടും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ മിഷൻ മൗസം എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഗോൾ ഓഫ് മേക്കിംഗ് ഭാരത് വെതർ റെഡി ആൻഡ് ക്ലൈമറ്റ് സ്മാർട്ട് നേഷൻ. അതായത് വെതർ ഫോർകാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത് മിഷൻ മൗസം എന്ന് പറയുന്നത്. ദെൻ 2025 ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഭാരത്
BFS എന്ന് പറയുന്ന ഒരു ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വെതർ ഫോർകാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ തന്നെ എന്താണ് ഏതൊക്കെ രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എന്താണ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത് ഏർലി വാർണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ IMD എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ വെതർ ഫോർകാസ്റ്റിംഗ് നടത്തിയിട്ട് ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് മാസ് മീഡിയ, റേഡിയോ ആവാം, ന്യൂസ് പേപ്പർ ആവാം, ദെൻ എന്താണ് പ്രസാർ ഭാരതി അല്ലെങ്കിൽ പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, FM ആയിക്കൊള്ളട്ടെ, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ടൈംലി ന്യൂസ് ഡിസമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വീക്ക്ലി ആൻഡ് ഡെയിലി വെതർ വീഡിയോസ് പുറത്തിറക്കുന്നുണ്ട്. വീക്ക്ലി ആൻഡ് ഡെയിലി വെതർ വീഡിയോസ് യൂട്യൂബൊക്കെ നിങ്ങൾ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ദെൻ ഇൻ്റർനെറ്റ്, ഇമെയിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മൗസം imd.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മൗസം, മേഘ്ദൂത്, ഡാമിനി ലൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡാമിനി ലൈറ്റ്നിങ്, അതേപോലെ തന്നെ എന്താണ് റെയിൻ അലാംസ് ഉണ്ട്. ദെൻ സോഷ്യൽ മീഡിയ ഏതൊക്കെയാണോ അതെല്ലാം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അലേർട്ടുകളും വാർണിങ്ങുകളും ഒക്കെ ജനങ്ങളിലേക്ക് IMD എത്തിക്കുന്നത്. ഇനി മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ഗ്രാമപഞ്ചായത്ത് ലെവൽ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ പഞ്ചായത്തുകളിലുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ബൈ 2024 കൂടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ലെവൽ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ദീസ് ഫോർകാസ്റ്റ് ആർ അക്സസിബിൾ ഓൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സച്ചസ്. ഈ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ, അതായത് വെതർ ഫോർകാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ എല്ലാം തന്നെ എന്താണ് ഈ ഗ്രാം സ്വരാജ് ആപ്ലിക്കേഷനിലും, മേരി പഞ്ചായത്ത് ആപ്ലിക്കേഷനിലും, ഈ മൻചിത്ര ആപ്ലിക്കേഷനിലും, അതേപോലെ തന്നെ എന്താണ് മൗസഗ്രാം IMDയുടെ അതിനകത്തുമൊക്കെ എന്താണ് ഈ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് ലെവൽ വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെതർ ഫോർകാസ്റ്റ് അപ് ടു ഗ്രാമപഞ്ചായത്ത് ലെവൽ കവറിംഗ് ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് സച്ച് എസ് ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, വിൻഡ് ആൻഡ് ക്ലൗഡ് കണ്ടീഷൻസ് ഫോർ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിംഗ് സോയിങ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് ഇറിഗേഷൻ. അതായത് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നമുക്ക് എന്താണ് റെയിൻഫോളിനെ പറ്റിയിട്ടും ഹ്യൂമിഡിറ്റിയെ പറ്റിയിട്ടും ടെമ്പറേച്ചർ, വിൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഫോർകാസ്റ്റിംഗ്, അതായത് വെതർ ഫോർകാസ്റ്റിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൃഷി ആക്ടിവിറ്റീസ് അല്ലേ, ആ ആക്ടിവിറ്റീസിനകത്ത് വിത്ത് വിതയ്ക്കുന്നതും ഹാർവെസ്റ്റിങ്ങും അതേപോലെ ഇറിഗേഷൻ ആക്ടിവിറ്റീസും ഒക്കെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ, ആ ഒരു ഡിസിഷൻ നമുക്ക് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വെതർ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരാൾക്ക് ആക്സസ് ചെയ്യത്തക്ക രീതിയിലാണിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ബൈ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദിസ് ഇനിഷ്യേറ്റീവ് ഈസ് ബൈ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ്. നൗ അതേപോലെ തന്നെ IMDയുടെ മറ്റൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു വെബ് ബേസ്ഡ് ആയിക്കൊണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി അറ്റ്ലസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ സംഭവിക്കുന്ന 13 മോസ്റ്റ് ഹസാർഡസ് മീറ്റിയോറോളജിക്കൽ ഇവൻ്റ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം അത് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്, ഹ്യൂമൻ ആൻഡ് ആനിമൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലൈമറ്റ് ഹസാർഡ് വൾണറബിലിറ്റി അറ്റ്ലസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 13 മോസ്റ്റ് ഹസാർഡസ് ഇവൻറ്റ്. ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ള 13 മീറ്റിയോറോളജിക്കൽ ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണിത് IMD തയ്യാറാക്കിയിട്ടുള്ളത്. സോ അതിൻ്റെ പേര് ക്ലൈമറ്റ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി അറ്റ്ലസ്. സോ ദിസ് അറ്റ്ലസ് വിൽ ഹെൽപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതോറിറ്റീസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസീസ് ഐഡൻറ്റിഫൈ ദ ഹോട്ട്സ്പോട്ട് ആൻഡ് പ്ലാൻ ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു ടാക്കിൾ എക്സ്ട്രീം ഇവൻറ്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹസാർഡ് ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹസാർഡ് ഹോട്ട്സ്പോട്ട്സ്. ഓക്കെ, അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ അറ്റ്ലസ് ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ ഏതൊക്കെ ഹസാർഡുകൾ, അതായത് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 13 ഹസാർഡുകൾ എടുക്കുന്നു, മീറ്റിയോറോളജിക്കൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ അവിടുത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അവിടെ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇത് ടോട്ടലി എന്താണ്, ഒരു ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഏത് ക്ലൈമറ്റ് ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും എന്താണ് അതിനെ തരണം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടിയിട്ടൊന്ന് അറിഞ്ഞു വെച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് IMDയുടെ തന്നെ മറ്റ് ഇനിഷ്യേറ്റീവ്സുകളാണ്. IMD മാത്രമല്ല, മറ്റ് മിനിസ്ട്രീസ് ആണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും ഈ വാർണിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഉമാങ് ആപ്പിലൂടെ
7 സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ കറണ്ട് വെതർ ഫോർകാസ്റ്റിംഗ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് 7 സർവീസുകൾ. നൗകാസ്റ്റ് എന്ന് പറയും, അതായത് 2-3 മണിക്കൂറിനകത്ത് നടക്കുന്ന ആ ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. 2 to 3 അവേഴ്സിലുള്ള വെതർ ഫോർകാസ്റ്റിംഗ് ആണ്. ദെൻ സിറ്റി ഫോർകാസ്റ്റിംഗ്, അതേപോലെ തന്നെ റെയിൻഫോൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ടൂറിസം ഫോർകാസ്റ്റിംഗ്, വാർണിംഗ്സ്, സൈക്ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിന് ഡിസിമിനേറ്റ് ചെയ്യുന്നതാണ്. അത് ഉമാം ആപ്പിലൂടെയാണ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ എന്താണ്, വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മൗസം ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ മേഘ്ദൂത് ഫോർ അഗ്രോമെറ്റ് അഡ്വൈസറി ഡിസിമിനേഷൻ, അതായത് ഐക്കാറുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. ഫാർമേഴ്സിന് അവർക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ആഗ്രോമെറ്റോളജിക്കൽ ഇൻഫർമേഷനാണ് ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ലൈറ്റ്നിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർണിംഗും മറ്റ് സിസ്റ്റവും ഡാമിനി എന്ന് പറയുന്ന ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണെന്ന് പറയുന്നത് IMD എന്ന് പറയുന്നത്. പിന്നെ കോമൺ അലേർട്ട് പ്രോട്ടോകോൾ, അതും IMD ആണ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഈ പറയുന്ന വാർണിങ്ങുകളെ എല്ലാം കൂടി ഒരു സെൻറ്ററിലായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, ഒരു ഏരിയയിൽ നിന്നും ഡിസിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു കോമൺ അലേർട്ട് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇത് SMS വഴിയാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൽ ബ്രൗസ് ചെയ്യുമ്പോൾ ബ്രൗസറിൽ അലേർട്ട് എന്നുള്ളൊരു രീതിയിൽ വരുന്നു. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, വാർണിംഗ്സ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഷറ്റ് വഴിയാണ് അത് നടപ്പിലാക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്താണ്, ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള വാർണിംഗ്സും മറ്റു കാര്യങ്ങളും ഏത് തരത്തിലുള്ള മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസാണ് ഓരോ സ്റ്റേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അതോറിറ്റി എടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയധികം സ്റ്റെപ്പുകൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലഡ് വാച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ 7 ദിവസം മുന്നേ എന്ത് ചെയ്യാം, ഫ്ലഡ് ഫോർകാസ്റ്റ് ചെയ്യുക, അത്തരം ഇൻഫർമേഷൻ ആ സിറ്റുവേഷനുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യയിൽ നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ വാർണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർണിംഗ് സിസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നൊരു കാര്യമാണ്. സോ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്താണ് എന്നുള്ളതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. So it is the physical location where an organization come together during an emergency to coordinate response, recovery actions and resources. അതായത് നമുക്കൊരു ഡിസാസ്റ്റർ സംഭവിച്ചു. ഈ സംഭവിച്ചു കഴിയുമ്പോഴേക്കും നമുക്കെന്താണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതേ തുടർന്ന് അങ്ങോട്ടുണ്ടാവുന്ന എല്ലാ റിക്കവറി റെസ്പോൺസ് ആക്ടിവിറ്റീസും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെൻട്രൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻറ്റർ ഉണ്ടാവണം, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കൺട്രോൾ റൂം എന്ന് വിളിക്കാറുണ്ട്. വേറൊരു അർത്ഥത്തിൽ കൺട്രോൾ റൂം തുറക്കുക എന്ന് പറയത്തില്ല, കൺട്രോൾ റൂം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ കമാൻഡ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്, ക്രൈസിസ് മാനേജ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയാറുണ്ട്, സിറ്റുവേഷൻ റൂംസ്, അങ്ങനെയൊക്കെയുള്ള പേരുകൾ അറിയപ്പെടാറുണ്ട്. പിന്നെ നാഷണൽ വൈഡും സ്റ്റേറ്റ് വൈഡുമായിട്ട് എന്താണ്, നമുക്കൊരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് അതിൻ്റെ രീതിയിൽ എന്താണ് ഓരോ ഏരിയാസ് ഈ പറയുന്നത് പോലെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ 2009 നാഷണൽ പോളിസി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകൾ വേണം, അത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലുമൊക്കെ വേണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി എക്വിപ്ഡ് ആയിരിക്കണം നമ്മളെന്താണ്, ഇതിനകത്തൊരു ഇൻഫർമേഷൻ എപ്പോഴും കമ്മ്യൂണിക്കേഷനും മറ്റുമൊക്കെ പോസിബിൾ ആയിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ടെക്നോളജിക്കലും കമ്മ്യൂണിക്കേഷണൽ അഡ്വാൻസ്മെൻറ്റുകളും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ട രീതിയിൽ അപ്ഡേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നൗ നാഷണൽ എമർജൻസി റെസ്പോൺസ് സെൻറ്റർ NERC, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള NERC ആണ് നമ്മളുടെ നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിവിഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ നാഷണൽ ലെവലിൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, NERC ആണ്, നാഷണൽ എമർജൻസി റെസ്പോൺസ് സെൻറ്റർ ആണ്. ഇനി അവിടെ മാത്രം മതിയോ, അല്ല, എല്ലാ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും എല്ലാം എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ വേണം. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകൾ വേണം, ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസ്ട്രിക്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകൾ വേണം. പിന്നെ ഓരോന്നും ഇതിനകത്ത് ഇൻവോൾവ് ആകുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആയിക്കോട്ടെ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് യൂണിറ്റുകളായിക്കോട്ടെ, അവർക്കും എന്താണ് ദെയർ ഓൺ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകൾ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവർക്കും എന്താണ് അത്തരത്തിൽ ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സെൻറ്റേഴ്സിനകത്ത് എന്താണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതാണ്
അപ്പോൾ അവിടെ എന്താണ് ഒരു അതോറിറ്റി ഉണ്ടാവും, ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ഉണ്ടാവും, അയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള ആളുകളുണ്ടാവും. ദെൻ എന്താണ് ഈ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്താണ് ഈ റെസ്പോൺസിബിൾ ഓഫീസറിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, എപ്പോഴും ആ സിറ്റുവേഷൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാകും. ദെൻ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ഷനും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ഡിസിഷനിലേക്ക് എത്താൻ പറ്റും എന്നടങ്ങിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എംപ്ലോയീസ് അടക്കം വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഒരു ലൊക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, അതായത് കേരളത്തിൻ്റെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററാണ്. ഇത് ആക്ച്വലി നിലവിൽ വർക്കിലാവുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് 2010 നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ UN ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്രോഗ്രാമുമായിട്ട് ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്കം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് സെല്ല് ക്രിയേറ്റ് ചെയ്തു കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിൽ. അത് 2012 മുതൽ ഓപ്പറേഷനിലായി. അതിനുശേഷം എന്താണ് ഈ പറയുന്ന ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അനാലിസിസ് സെല്ലിനെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ് എമർജൻസി റെസ്പോൺസിബിലിറ്റി ഓപ്പറേഷൻ സെൻറ്ററാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ റിസർച്ച് ആൻഡ് ടെക്നോളജി ലബോറട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സൂപ്പർവിഷനിലാണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. സോ ഈ പറയുന്ന സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഈ ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അനാലിസിസ് അപ്ഡേറ്റ് ചെയ്യുക പീരിയോഡിക്കലി. ദെൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദെൻ ആക്ച്വലി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ ബോട്ടം ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമാകുന്നത് ഇതിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഒരു സെല്ലിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഈ സെൻറ്ററിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ ഏർലി വാർണിംഗ് സിസ്റ്റംസ്, അത് സെൻട്രൽ ഏജൻസീസൊക്കെ എങ്ങനെയാണോ കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ റിസർച്ച് പ്രൊജക്റ്റുകൾ അണ്ടർടേക്ക് ചെയ്യുക ടു റെഡ്യൂസ് ദ റിസ്ക് റിഡക്ഷൻ, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള റിസർച്ച് കാര്യങ്ങൾ ചെയ്യുക. ദെൻ മറ്റ് ഏജൻസികളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള റിസർച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ എന്ത് ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക. ദെൻ എമർജൻസി കോർഡിനേഷൻ, പ്രിപ്പറേഷൻ ഓഫ് കലാമിറ്റി മെമ്മോറാൻഡ, പ്രിപ്പയർ സപ്പോർട്ട് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, അതായത് ഇപ്പം ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ദെൻ എന്താണ് പോസ്റ്റ് ഡിസാസ്റ്ററിന് ശേഷമുള്ള ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും മറ്റും പ്രിപ്പയർ ചെയ്യുക. ദെൻ പ്രിപ്പയർ ഓറഞ്ച് ബുക്ക് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതൊന്ന് വേണമെങ്കിൽ നോക്കി വെച്ചോളുക. കേരളത്തിൽ ഓറഞ്ച് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഓറഞ്ച് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് എന്നുള്ളത്, അത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്നത് 2019 ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പിന്നെ എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ വർഷവും ഇപ്പം നമുക്ക് സൈക്ലോണൊക്കെ വരുന്നതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി എന്താണ് ഗൈഡ് ലൈൻസ് ആണ്, ഈ ഒരു സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് ആണ് ഈ ഓറഞ്ച് ബുക്കിൻ്റെ അണ്ടറിൽ പറയുന്നത്. 2019 ആദ്യം വരുന്നത്, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്, SOPs തയ്യാറാക്കുക, എങ്ങനെയാണ് ഓരോരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് തയ്യാറാക്കുക എന്നുള്ളത്. ഇനി ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എൻറ്റിറ്റീസിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഡെപ്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിൽ ഫ്യൂഷൻ സെൻറ്റർ, ഡ്രോട്ട് മോണിറ്ററിംഗ് സെൽ, GIS ലാബ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, പ്ലാനിംഗ് ഗ്രൂപ്പ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് പ്രൊജക്ട് ഗ്രൂപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ പേരിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നോട്ട്സിലും ആഡ് ചെയ്തിട്ടുണ്ടാകും, അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. നൗ നമ്മളിപ്പോൾ നാഷണൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററും പഠിച്ചു, ഇന്ത്യ കേരള സ്പെസിഫിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. പക്ഷെ നമ്മൾ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ റെസ്പോൺസ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിൽ ഏതൊരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു എവിടെയാണത് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകതകളാവേണ്ട കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിലിയൻസ്, സസ്റ്റൈനബിൾ,
റിഡൻഡൻസി, സ്പേഷ്യസ്, സെക്യൂർ ആൻഡ് ആക്സസിബിൾ. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതായിരിക്കണം, ഇത്രയും ഗുണങ്ങൾ അടങ്ങുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. റെസിലിയൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് സർവൈവിങ് ദ ഡിസാസ്റ്റർ ആൻഡ് റിമെയിൻ അക്സസിബിൾ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. അതായത് ഇത് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗം, ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഡിസാസ്റ്ററിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്താണ് അതിനുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് നമ്മൾ എടുക്കുന്ന ലൊക്കേഷൻ അങ്ങനത്തതായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് ഡിസാസ്റ്ററിൻ്റെ ആ ഒരു ഫേസിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം, അത് ആക്സസിബിൾ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് സസ്റ്റൈനബിൾ. ഇത് ഇപ്പം എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്നുള്ള രീതിയിൽ ആ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം സ്റ്റേറ്റ് നാഷൻ വൈഡ് ഉള്ളതല്ല. അതല്ലാതെ നമ്മളൊരു പെട്ടെന്നൊരു എമർജൻസി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി സസ്റ്റൈനബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് ഫംഗ്ഷനിങ് ഇറ്റ് സെൽഫ് അപ് ടു 72 to 96 hours. 72 മുതൽ 94 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കേപ്പബിലിറ്റി അതിനകത്തുണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം, യൂസിങ് ഇലക്ട്രിക് ജനറേറ്റേഴ്സ്, മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ഫ്യൂവൽസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ദെൻ എന്താണ് സഫീഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഫുഡ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം, വാട്ടർ, മെഡിസിൻ ആൻഡ് അതർ എസെൻഷ്യൽ സപ്ലൈസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ എമർജൻസി സിറ്റുവേഷൻ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് ഈസ് റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, അതിനു പകരം മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരിക്കണം. നമുക്കൊരു തരത്തിലും എന്താണ് ഡിസ്റപ്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ സ്പേഷ്യസ് ആയിരിക്കണം എന്നുള്ളത്, സ്പേസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷണൽ, ഫംഗ്ഷൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോജിസ്റ്റിക് റിക്വയർമെൻറ്റ്, സാധനങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുന്നതിനാണെങ്കിലും ഒക്കെ എന്താണ്, അതേപോലെ തന്നെ എന്താണ് അതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ, ആവശ്യത്തിനുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, ഹ്യൂമൻ റിസോഴ്സ് ആവശ്യം പോലെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ദെൻ സെക്യൂർ ആയിരിക്കണം ടു പ്രിവെൻറ്റ് ഇൻട്രൂഷൻ ഓർ സബോട്ടേജ്. അതായത് ഇത് ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ പല രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ റിയാക്ട് ചെയ്യുന്നത്. സോ പബ്ലിക് അൺട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തു നിന്നുള്ള ഇൻട്രൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ സെക്യൂർഡ് ആയിരിക്കുക എന്നുള്ളത്. ദെൻ ആക്സസിബിൾ, അതായത് ഡിസിഷൻ മേക്കേഴ്സിനും സ്റ്റാഫിനുമൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനും ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത്. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഒരു എമർജൻസി ഓപ്പറേറ്റിംഗ് സെൻറ്ററിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്നതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്.